ഇതേ സമയം മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുകയായിരുന്നു തനു. അവളുടെ മനസ്സിലപ്പോഴും ഗൗരിയെ കണ്ട് ഞെട്ടി നിൽക്കുന്ന ദത്തന്റെ മുഖമായിരുന്നു. അതോടൊപ്പം പലപ്പോഴും അവളിലേക്ക് തന്നെ നോട്ടമെയ്തിരുന്ന ദത്തന്റെ രൂപവും. അവർ തമ്മിലെ ബന്ധം എന്തായിരിക്കും? ഗൗരിയെ കണ്ടപ്പോൾ ദേവേട്ടനെ കണ്ടപ്പോൾ ഗൗരി ഞെട്ടുന്ന ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. പലപ്പോഴും ദേവേട്ടന്റെ കണ്ണുകൾ ഗൗരിയിൽ പാളി വീഴുന്ന താൻ വ്യക്തമായി കണ്ടിരുന്നു. അത് എന്തുകൊണ്ടായിരിക്കും? ഇനി അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കുമോ? അവൾ അസ്വസ്ഥതയോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അവരിറങ്ങിയപ്പോൾ തന്നെ ഓഫീസിലേക്കെന്ന് പറഞ്ഞ് പോയതാണ് ദേവേട്ടൻ. ആ നിമിഷം വരെ തന്റെ മുഖത്തൊന്നും നോക്കിയത് പോലുമില്ല. എന്തായിരിക്കും അതിന് കാരണം? ഇനി അങ്ങയുടെ മുൻകാമിയോ മറ്റോ ആയിരുന്നു അവള്? വീണ്ടും എന്നെ ചതിക്കാനോ മറ്റാണ് അയാളുടെ ഉദ്ദേശമെങ്കിൽ വെച്ചേക്കില്ല ഞാൻ അങ്ങേരെ. പല്ലുകൾ ഞെരിച്ച് മുഷ്ടി ഉരുട്ടി പിടിച്ചുകൊണ്ട് അവൾ പിറുപിറുത്തു. ഏയ് തനു, നീ ഇതെന്തൊക്കെയാ ചിന്തിക്കുന്നത്? നിന്റെ ദേവേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ദേവേട്ടന്റെ ആദ്യ പ്രണയം നീയാണെന്നല്ലേ പുള്ളി പറഞ്ഞ്. പിന്നെ എങ്ങനെയാ അവൾ അയാളുടെ കാമുകയാവും? ഇത് വേറെന്തിലായിരിക്കും? നീ ദേവേട്ടനോട് തന്നെ ചോദിക്കേ. അവളുടെ മനസ്സ് അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. അതെ, അതാണ് ശരി. ദേവേട്ടൻ വരട്ടെ. ഇന്ന് തന്നെ എല്ലാം ചോദിച്ചറിയണം. എല്ലാം മറന്ന് പുതിയൊരു ജീവിതം സ്വപ്നം കണ്ട് താൻ സ്നേഹിച്ചു തുടങ്ങിയാണ് അദ്ദേഹത്തെ. ഇനിയൊരു വേർപിരിയൽ അത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാം ചോദിച്ചറിയണം. സംശയങ്ങൾ അപ്പോൾ തന്നെ തീർക്കണം. മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് അവൾ അവനായി ആ മുറിയിൽ കാത്തിരുന്നു. അന്നത്തെ ദിവസം പിന്നെ ദത്തൻ വീട്ടിലേക്ക് വന്നതേയില്ല. രാത്രിയിൽ ഒരുപാട് സമയം താനും ദത്തനെയും പ്രതീക്ഷിച്ച് ആ സോഫയിൽ തന്നെ ഇരുന്നു. എത്രയൊക്കെ താമസിച്ചാലും ഇന്ന് അവനെ കണ്ട് സംസാരിക്കാൻ തനിക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദത്തന്റെ വരവിനായി അവൾ അവിടെ കാത്തിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. മണി 10, 11, 12 കഴിഞ്ഞു. എന്നിട്ടും ദത്തൻ ഇതുവരെയും വീട്ടിലേക്ക് വന്നിരുന്നില്ല. പലതവണ അവൾ ഫോൺ എടുത്ത് ദത്തന്റെ നമ്പറിലേക്ക് വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് എന്ന മറുപടിയായിരുന്നു അവൾക്ക് ലഭിച്ചത്. അവൾക്ക് ആകെ കൂടി ഒരു വല്ലായ്മ തോന്നി. എന്തിനായിരിക്കും ദേവേട്ടൻ തന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? എന്തൊക്കെയോ ചിന്തകൾ അവളുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു. അവൾ സോഫയുടെ അഡ്രസ്സിലേക്ക് തലചാരി വെച്ചുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു. പതിയെ അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ അവൾ മയക്കം പിടിച്ചു. രാവിലെ സൂര്യപ്രകാശം മുഖത്തെട്ടിയപ്പോഴാണ് തനു കണ്ണുകൾ തുറന്നത്. രാത്രി ഒരുപാട് ലേറ്റായി ഉറങ്ങിയുകൊണ്ട് തന്നെ രാവിലെ അവൾ ഒരുപാട് വൈകിയാണ് എഴുന്നേറ്റത്. കണ്ണുകൾ തുറന്നതും അവൾ ചുറ്റിനുമൊന്ന് നോക്കി. താനിപ്പോൾ കട്ടിലാണ് കിടക്കുന്നതെന്ന് കണ്ടതും അവളുടെ നെറ്റി ചുളിഞ്ഞു. ഞാൻ ഇന്നലെ സോഫയിലാണല്ലോ കിടന്ന്, പിന്നെ എങ്ങനെ ഇവിടെ എത്തി? അവൾ സംശയത്തോടെ ആലോചിച്ചു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ വിടർന്നു. ദേവേട്ടൻ? അവൾ പിറുപിറുത്തോണ്ട് ചാടി എഴുന്നേറ്റ് കട്ടിലിന്റെ എതിർവശത്തേക്ക് നോക്കി. എന്നാൽ അവനവിടെ കാണാതായതും അവളുടെ മുഖം മങ്ങി. എന്നെ ഇവിടെ എടുത്തുകൊണ്ട് കിടത്തിട്ട് ഇങ്ങനെ രാവിലെ എവിടെ പോയി? അവൾ സംശയത്തോടെ സ്വയം ചോദിച്ചു. ഇനി രാവിലെ എഴുന്നേറ്റ് താഴേക്ക് പോയിട്ടുണ്ടാവും. ഞാൻ ഇന്ന് ഇത്തിരി ലേറ്റായിട്ടാണല്ലോ എഴുന്നേറ്റത്. അവൾ തന്നെ സ്വയം മറുപടിയും പറഞ്ഞുകൊണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു. താനും ഫ്രഷായി താഴേക്ക് ഇറങ്ങി വന്നിട്ടും ദത്തനെ അവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഇതെവിടെ പോയി? അവൾ ചുറ്റിനൊക്കെ നോക്കിക്കൊണ്ട് കിച്ചണിലേക്ക് നടന്നു. അപ്പച്ചി! രാജേശ്വരിയെ പിന്നിലൂടെ പുറന്നുകൊണ്ട് അവൾ വിളിച്ചതും അവർ തിരിഞ്ഞെന്ന് അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചു. ഇന്നെന്താ തനുട്ടി ഒത്തിരി ലേറ്റ് ആയല്ലോ? ആരോളെ നോക്കി കുസൃതിയോടെ ചോദിച്ചു. അവൾ തിരികെ ഒന്ന് വിളിച്ചു കാണിച്ചു കൊടുത്തു. അത് പിന്നെ അപ്പച്ചി ഇന്നലെ കിടക്കാൻ ഒത്തിരി വൈകി, അതാ സോറി. തോന്നി, അല്ലെങ്കിൽ സൂര്യനദിക്ക് മുന്നേ ഇവിടെ ഹാജരായിട്ടുണ്ടാവുമല്ലോ. അവർ പറഞ്ഞു കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. ഇന്നലെ മോള് ദത്തനെയും കാത്തിരുന്നു അല്ലേ? അതെ അപ്പച്ചി, ദേവേട്ടനെയും കാത്തിരുന്ന, പക്ഷെ ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഈ പുള്ളിയെ കാണാനില്ല. എവിടെ പോയോ എന്തോ. അപ്പൊ മോളോട് പറയാതെയാണോ അവൻ പോയത്? അതിന് ഏട്ടനെവിടെ പോയി? അവർ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ ചോദിച്ചു. അവന് ബിസിനസ്സിന് എന്തോ ആവശ്യത്തിന് വേണ്ടി US പോയിരിക്കാണല്ലോ, വിഷ്ണു കൊണ്ട് കൂടെ. ഇനി 1 മാസം കഴിഞ്ഞിട്ട് അവർ വരും. അവരുടെ വാക്കിൽ കേട്ട് ഒരു നിമിഷം അവളുടെ നെഞ്ചിൽ കത്തിക്കൊണ്ട് പറഞ്ഞ പോലെ ഒരു മുറിവുണ്ടായി. US? എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ. അവളുടെ ശബ്ദത്തിൽ പരിഭവവും സങ്കടവും നിറഞ്ഞിരുന്നു. അയ്യേ, ഇതിനൊക്കെ എന്നെ തനൂട്ടി ഇങ്ങനെ വിഷമിച്ചാലോ? ഇതിവിടെ സ്ഥിരമുള്ളതാ. ബിസിനസ് ആവശ്യങ്ങൾക്കായി ഏട്ടനും ദത്തനൊക്കെ ഇങ്ങനെ വിദേശത്തേക്ക് 1-2 മാസത്തേക്കൊക്കെ ടൂർ പോകാറുണ്ട്. അവരവളെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. എന്നാൽ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ? അവൾ ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. രാജേശ്വരിക്ക് ചിരി വന്നു പോയി. എന്റെ കുഞ്ഞെ, നീ ഇവിടെ നിന്ന് എന്നോട് പരിഭവം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഒരു കാര്യം ചെയ്യും, ഇതിന്റെ പ്രതികാരമായിട്ട് നീ അവൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണ്ട. അല്ലെങ്കിൽ അവൻ വരുമ്പോൾ 2 ഇടി കൂടുതൽ കൊടുത്തോ, അപ്പൊ പ്രശ്നം തീരില്ലേ? പോ അവിടുന്ന്, ഇങ്ങ് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ മുഖം വീർപ്പിച്ച് അവരോടായി പറഞ്ഞോണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും പൂർണ്ണമായി അവൾ ദത്തനെ സ്നേഹിച്ചു തുടങ്ങിയെന്ന സന്തോഷത്തിൽ അവരുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു. ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അമേരിക്കയിലേക്ക് പോയിട്ട് ഏകദേശം 1 മാസം ആവാറായി. അന്ന് തനുവിനോട് യാത്ര പോലും പറയാതെ പോയ ദത്തൻ പിന്നെ ഒരിക്കൽ പോലും അവളെ വിളിച്ചിരുന്നില്ല. ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വിളിച്ച് അപ്പച്ചിയോടും അമ്മയോടൊക്കെ സംസാരിക്കും. എങ്കിലും വിശേഷങ്ങൾ ചോദിച്ച് പെട്ടെന്ന് തന്നെ അവൻ ഫോൺ വെക്കാറാണ് പതിവ്. അതിനിടയിൽ ഒരിക്കൽ പോലും അവൻ അവളെക്കുറിച്ച് അവരോടൊന്നും ചോദിച്ച പോലുമില്ല. അവൾക്ക് അതിൽ വിഷമം തോന്നിയെങ്കിലും അവന്റെ ജോലി തിരക്കാരനാവുമെന്ന് കരുതി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും ഓരോ ദിവസമുള്ള അവന്റെ അവഗണന അവളെ വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു.
അവൻ തന്നോട് കാണിച്ച സ്നേഹം കള്ളമായിരുന്നോ എന്ന് പോലും അവൾ സംശയിച്ചു. പല രാത്രികളിലും അവളുടെ തലയിണ കണ്ണുനീരാൽ കുതിരാൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ ഡോറിൽ ഉച്ചത്തിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോഴാണ് തനു എഴുന്നേൽക്കുന്നത്. കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അവൾ പതിയെ ബെഡിൽ എഴുന്നേറ്റിരുന്നു. രാത്രിയിൽ ദത്തനെ ആലോചിച്ചുകൊണ്ടിരുന്ന് കരഞ്ഞു കരഞ്ഞ് എപ്പോഴാണൊന്ന് ഉറങ്ങിയത്. അപ്പോഴേക്കും വാതിൽ വീണ്ടും ആരോ തട്ടുന്ന ശബ്ദം കേട്ടു. അവളൊന്ന് മുഖം അമർത്തി തുടച്ചുകൊണ്ട് പതിയെ ബെഡിൽ നിലത്തേക്ക് ഇറങ്ങി. ഒലഞ്ഞുപോയ സാരി നേരെ പിടിച്ചിട്ടുകൊണ്ട് അവൾ വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ മുഖം ഇരുണ്ടു. ഗുഡ് മോർണിംഗ്. മുന്നിൽ നിന്ന ഗൗരി തനുവിനെ നോക്കിക്കൊണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. തനു അവളെ നോക്കി അമ്പരപ്പോടെ നിന്നു. താനെന്താ ഇവിടെ? അവളുടെ നാവിൽ നിന്ന് ആ ചോദ്യമാണ് ആദ്യം വീണ്. അതെന്താണോ അങ്ങനെ ചോദിച്ച്? എനിക്കിവിടേക്ക് വന്നൂടെ? അവളുടെ ചോദ്യം കേട്ട് ഗൗരി പുഞ്ചിരിയോടെ തിരികെ ചോദിച്ചു. അല്ല, അങ്ങനെയല്ല, പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോ. അവൾ വാക്കുകൾക്കായി പതറി. ഞാൻ മനക്കിലെ കമ്പനിയിൽ ജോയിൻ ചെയ്തല്ലോ. ഇവിടുന്ന് ആകുമ്പോൾ പോകാൻ എളുപ്പമല്ലേ, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ഇവിടുന്ന് ദേവ്യാൻ്റെ രാജനങ്ങളും ദത്തേട്ടനൊക്കെ പറഞ്ഞു ഇവിടുന്ന് പോയാൽ മതിയെന്ന്. ആൾ പറഞ്ഞു കേട്ട് തനുവിന്റെ മുഖം വിളറി. ദത്തേട്ടൻ പറഞ്ഞോ? അതിന് നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? വിറയിലോടെയുള്ള അവളുടെ ചോദ്യം കേട്ടതും ഗൗരി ഒന്ന് പരിങ്ങി. അത് പിന്നെ അന്നിവിടെ വന്നിട്ടുള്ള പരിചയ. പിന്നെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഫോർവേഡ് ചെയ്തപ്പോൾ എന്നെ വിളിച്ചിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ വിളിക്കും. അങ്ങനെ കൂടുതൽ പരിചയപ്പെട്ടു. ഗൗരി പറഞ്ഞു കേട്ട് തനുവിന്റെ നെഞ്ചിൽ ഒരു കല്ലെടുത്ത് വെച്ച ഫീൽ പോലെ തോന്നി. അപ്പൊ ഇവളെ വിളിക്കാനൊക്കെ സമയമുണ്ട്, എന്നെ വിളിക്കാനും സംസാരിക്കാനും സമയമില്ലാത്തത്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടോ. അതെന്റെ റൂം. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാ, ഒന്ന് ഫ്രഷ് ആവണം. താനും ഫ്രീ ആകുമ്പോൾ അങ്ങോട്ടേക്ക് വാ. അതും പറഞ്ഞിട്ട് അവൾ ആ മുറിയിലേക്ക് കയറി പോകുമ്പോൾ തനു അതേ നിൽപ്പന്നെ നിൽക്കുകയായിരുന്നു. അവൾ പറഞ്ഞതോ പോയതോ ഒന്നും തനു അറിഞ്ഞിരുന്നില്ല. ചെവിക്കരികിൽ നിന്ന് ആരോ വിരഞ്ഞൊടിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയത്. മുന്നിൽ ഒരു പുച്ചച്ചിരിയോടെ നിൽക്കുന്ന ശ്രീദേവിയെ കണ്ടതും അവളുടെ മുഖമിരുണ്ടു. എന്ത് പറ്റിയ മനക്കല മരുമകൾക്ക്? ആകെ ശോകാവസ്ഥയിലാണല്ലോ. അവർ പരിഹാസത്തോടെ ചോദിച്ച കേട്ടുവെങ്കിലും ആ നിമിഷം അവരോട് മറുപടി പറയാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല അവൾ. അതുകൊണ്ട് തന്നെ അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് റൂമിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ അങ്ങ് പോയാലോ? അവൾ പോകുന്നുണ്ട്. അവർ വഴി തടഞ്ഞുകൊണ്ട് പറഞ്ഞു. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങളോട് ഇപ്പൊ വഴിക്കിടാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്നെ ഒന്ന് വെറുതെ വിട്. അവൾ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടക്കാൻ തുടങ്ങിയതും അവരവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ തന്നെ നിർത്തി. എങ്ങോട്ടാണ് ഈ തള്ളി കയറി പോകുന്നത്? ഇന്നൊരു ദിവസം കൂടിയേ ഉള്ളൂ നിന്റെ ഈ മുറിയുള്ള സാവാസം. നാളെ എന്റെ മോൻ വരും. അപ്പൊ പെട്ടിയും കിടക്കെടുത്ത് അവൻ തന്നെ നിന്നെ പിടിച്ച് പുറന്തള്ളിക്കോളും. അത് വേണമെങ്കിൽ ഇന്ന് തന്നെ എല്ലായിടത്തും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിക്കോ. നാളെ മുതൽ ഈ മുറിയുടെ പാതി അവകാശം എന്റെ ഗൗരി മോൾക്കാ. ആർ പുച്ഛത്തോടെ പറഞ്ഞു കേട്ട് തനി വിശ്വസിക്കാനാവാതെ തറഞ്ഞിന്ന് പോയി. ദേവേട്ടൻ നാളെ വരുമെന്നോ? എന്നിട്ട് എന്നോടൊരു വാക്കുപോലും ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്താടി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഇനി ഇവിടെ പറ്റിക്കൂടി നിൽക്കാനുള്ള വല്ല തന്ത്രമാണെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാ മതി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് തന്നെ നിന്റെ സാധനങ്ങളായിട്ട് ഇവിടുന്ന് ഇറങ്ങിയാ അധികം നാണക്കേടാന്ന് എനിക്ക് ഇവിടുന്ന് പോവാം. ഇനി അതല്ലെങ്കിൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ വെച്ചായിരിക്കും നിന്റെ കഴുത്തിന് പിടിച്ച് പുറന്തള്ളാൻ പോകുന്നത്. അവർ യാതൊരു ദയയും കൂടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി തന്നെ പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്റെ ദയവായിട്ട് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഒരു ആവശ്യമില്ലാത്ത പറയാൻ നിൽക്കണ്ട. അങ്ങനെ എന്നെ ഉപേക്ഷിക്കണമായിരുന്നെങ്കിൽ ദയവായിട്ട് ഇതിനു മുന്നേ തന്നെ ചെയ്യാമായിരുന്നു. ആർ പറഞ്ഞു കേട്ട് ആൾ വാശിയോടെ പറഞ്ഞു. നീ അതും വിചാരിച്ചുകൊണ്ടിരുന്നോ? അതൊക്കെ അവന്റെ വെറും അടവുകൾ മാത്രമാണിടി. നിന്നെ മോഹിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് നാണം കെടുത്തി ഇറക്കി വിടുക. അതിനുവേണ്ടിയാ അവൻ നിന്നോട് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് നിന്നെ അവനായിട്ട് അടുപ്പിച്ച്. എന്റെ മോനെ എനിക്കറിയാവുന്നതിൽ കൂടുതലല്ലോ നിനക്കറിയാവുന്നത്. ആർ പറഞ്ഞു കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളല്ല എന്ന രീതിയിൽ തല ഇരുവശത്തേക്ക് മാട്ടി. എനിക്കിപ്പോഴും വിശ്വാസമായി കാണുമെന്ന് എനിക്കറിയാം. നീ വിശ്വസിക്കണ്ട. നാളെ വന്ന് അവൻ പ്രവർത്തിച്ചാണെങ്കിൽ വിശ്വസിക്കാമല്ലോ. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവൻ പോയിട്ട് ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞു. ഇന്ന് ഈ നിമിഷം വരെ അവനൊരു തവണയെങ്കിലും നിന്നെ വിളിച്ചിരുന്നോ? നിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഇവിടെയുള്ള ആരുടെയും ചോദിച്ചിരുന്നോ? പോയതിനു ശേഷം നിന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ അവൻ ശ്രമിച്ചിരുന്നോ? ഇല്ല. അതിന്റെ അർത്ഥം എന്താ? അവന് നിന്നെ വേണ്ടടി. അവർ പറഞ്ഞു കേട്ട് അവൾ ഞെട്ടലോടെ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവന് നിന്നോട് നിന്റെ കുടുംബത്തിനുള്ള പക എത്രയാണെന്ന് നിനക്ക് അറിയാൻ പാടായിട്ടാണ്. അത് ഈ ജന്മത്തിൽ അവന്റെ മനസ്സിൽ നിന്നും മാറില്ലടി. രേവതി എന്ന നിന്റെ ചെറിയമ്മയുള്ള അവന്റെ പ്രതികാരം നിന്നിലൂടെ അവൻ തീർക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിന്നോട് അല്പം ദയകൊണ്ട് ഞാൻ പറയാ, എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ നോക്ക്. അവളെ എങ്ങനെയും ഇന്ന് തന്നെ ഇറക്കി വിടുന്ന ഒറ്റ ലക്ഷ്യത്തോടെ അവരോട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. എന്തായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. നാണം കെടാനാണ് നിന്റെ വിധിയെങ്കിൽ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അവൾ നോക്കി പരിഹാസത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവർ തിരിഞ്ഞടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ തറഞ്ഞേൽക്കായിരുന്നു തനു ആ നിമിഷം. അവര് പറഞ്ഞൊന്നും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ ഇടർച്ചയോടെ മുറിക്കകത്തേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. എന്റെ ദേവേട്ടനോട് അങ്ങനെ ചെയ്യൂ? അപ്പൊ ഈ ദിവസങ്ങളിൽ എന്നോട് കാണിച്ച പ്രണയം കള്ളായിരുന്നു എന്നാണോ? ഇല്ല, ആ നോട്ടത്തിലും സംസാരത്തിലൊന്നും ഒരു തരിമ്പോലും കാപ്പട്ടി ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനായിരിക്കും ആ സ്ത്രീ അങ്ങനെയൊക്കെ പറഞ്ഞ്? അവൾ അടഞ്ഞിരുന്ന വാതിലേക്ക് ചാരിന്നോണ്ട് മനസ്സിൽ പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞ പോലെ ദേവേട്ടൻ പോയിട്ട് ഇതുവരെയും എന്നെ ഒന്നും വിളിച്ചിട്ടില്ല. എന്റെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല. അപ്പച്ചിയോട് പോലും എന്നെ കുറിച്ച് ചോദിക്കുന്നവരെ ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അതിനർത്ഥം അവര് പറഞ്ഞ പോലെ ഇനി എന്നെ ഉപേക്ഷിക്കുകയാണോ?
അവർ പറഞ്ഞ പോലെ സ്നേഹം കാണിച്ച് പറ്റിച്ച് എന്റെ മനസ്സ് ചേർക്കാൻ വേണ്ടിയായിരുന്നു. എനിക്കൊന്നും അറിയാൻ വയ്യല്ലോ ഭഗവാനെ. ആൾ കരഞ്ഞുകൊണ്ട് ആ വാതിലൂടെ ഉരഞ്ഞ് നിലത്തേക്ക് ഇരുന്നു പോയി. എന്നാൽ ഇതേ സമയം അമേരിക്കയിലെ തങ്ങളുടെ ഫ്ളാറ്റിൽ ഇരുന്നുകൊണ്ട് ഫോണിലൂടെ ഈ ദൃശ്യങ്ങൾ കണ്ട ദത്തൻ ദേഷ്യത്തോടെ ഫോൺ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അമ്മ ഇതെന്തൊക്കെയാ അവളോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്? അവൻ അസ്വസ്ഥതയോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. എന്നിട്ടും സ്വസ്ഥ വീട്ടിൽ നിന്ന് കണ്ട് അവൻ അടുത്ത് കിടന്ന ഒരു ചെയറിലേക്ക് ചാരിയിരുന്നുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു. ടെൻഷൻ കുറയ്ക്കാനെന്ന പോലെ അവൻ ടേബിളിൽ നിന്നൊരു സ്മൈലി ബോൾ കയ്യിലേക്ക് എടുത്തുകൊണ്ട് കറക്കാൻ തുടങ്ങി. പതിയെ ശ്വാസം ഒന്ന് എടുത്തു വിട്ടുകൊണ്ട് അവൻ കണ്ണുകൾ തുറന്നു. ശേഷം മുന്നിലിരിക്കുന്നവനെ രൂക്ഷമായി നോക്കി. ഇനി നിനക്കെന്താ പറയാനുള്ള വിഷ്ണു? ദത്തിന്റെ അതേ അവസ്ഥയിൽ മുന്നിലെ ചെയറിൽ ടെൻഷനോടെ തലവനിച്ചിരിക്കുന്ന വിഷ്ണുവിനോടായി അവൻ ചോദിച്ചു. അത് ദത്ത, ഞാൻ ഗൗരിയുടെ കാര്യത്തിൽ നിനക്കിനി എന്താ പറയാനുള്ളതെന്നാ ഞാൻ ചോദിച്ചത്. അതിനവൻ മറുപടിയൊന്നും പറയാൻ മുഖം കുനിച്ചിരുന്നു. എന്താടാ നിനക്കിപ്പോ ഉത്തരവൊന്നുമില്ലേ? നീ കാരണം വിഷ്ണു ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എങ്ങനെയെങ്കിലും ഒന്ന് കഷ്ടപ്പെട്ട് വളച്ചെടുത്താ അപ്പോഴോരോരോ തൊല്ലകൾ വന്ന് കയറുന്നു. പല്ലുകൾ ഞെരിച്ച് അവൻ പറയുന്ന കേട്ടതും പൊട്ടി വന്ന ചിരി വിഷ്ണു അടക്കി പിടിച്ചു. അല്ലെങ്കിൽ ദത്തന്റെ കയ്യിൽ നിന്ന് നല്ല കിട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു. അത് കണ്ടതും ദത്തൻ അവനെ രൂക്ഷമായി നോക്കി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വിഷ്ണു, എന്റെ പെണ്ണുകാരൻ എന്നെ സംശയിച്ചാലുണ്ടല്ലോ നീ ഞാൻ വെറുതെ വിടില്ല, ഓർത്തോ നീ. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. വിഷ്ണു അവനെ കൂർപ്പിച്ച് നോക്കി. അതിന് ഞാൻ എന്ത് ചെയ്തു? നീയല്ലേ റൂമിൽ ഒരു ഉണക്ക ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് അവളെ വിളിക്കാതെ സംസാരിക്കാതെ ഇരുന്ന്. പോരാതിന് അവളെ കുറിച്ച് ദേവി ആന്റിയോട് രാജി ആന്റിയോട് ഒന്നും ചോദിച്ച പോലില്ല. ഇങ്ങനെയൊക്കെ കാണിച്ച് ആരെങ്കിലും ഒന്ന് സംശയിച്ചു പോയില്ലേ? വിഷ്ണു ആരോടുന്നില്ല പറഞ്ഞു. ദത്തൻ അവനെ നോക്കി പല്ലടിച്ചു. ആ പുള്ളിയെ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ, നീയല്ലാണ് പറഞ്ഞ് ഗൗരി ആരാണെന്ന് സത്യം ഇപ്പൊ ആരും അറിയണ്ടെന്ന്, എന്നിട്ടിപ്പോ മാറ്റി പറയുന്നോ? അവൻ ദേഷ്യത്തോടെ വിഷ്ണുവിന്റെ നേരെ ചീറി. ഗൗരി ആരാണെന്നുള്ള കാര്യം ഇപ്പൊ ആരും അറിയണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. എന്ന് വെച്ച് നിന്റെ പെണ്ണിനെ വിളിക്കാതെ സംസാരിക്കാതിരിക്കാതെ ഞാൻ പറഞ്ഞതിനോട്? അവനും വിട്ടുകൊടുക്കാത്ത പോലെ തിരിഞ്ഞെന്ന് ചോദിച്ചു. അത് പിന്നെ അവളോട് സംസാരിച്ച് ഞാൻ അറിയാതെ സത്യങ്ങളെല്ലാം പറഞ്ഞു പോകും. അതുകൊണ്ടാ അവളോടൊന്നും മിണ്ടാ മാറിന്ന്. അതിപ്പോ ഇത്ര വലിയ പ്രശ്നമാവെന്ന് ഞാൻ അറിഞ്ഞോ? അവൻ നിരാശയോടെ ബെഡിലേക്ക് ഇരുന്നു. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നാളെ നാട്ടിലെത്തി ഉടനെ തന്നെ അവളോട് കാര്യങ്ങളാ പറഞ്ഞ് മനസ്സിലായിക്കോ. അതേ ഉള്ളൂ ഇനി ആകെ പോകാൻ വഴി. അവൻ പറഞ്ഞിട്ട് ദത്തിനെ നെടുവീർപ്പോടെ ഡ്രസ്സിലേക്ക് ചാരിയിരുന്നു. അല്ല, ഇനി നിന്റെ പ്ലാൻ എന്താ? ഗൗരി ആരാണെന്ന കാര്യം എല്ലാവരും അറിയിക്കണ്ടേ? അതിന് മറുപടിയൊന്നും പറയാതെ വിഷ്ണു ഗ്ലാസ് വാളിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. നീ എന്താ വിഷ്ണു ഒന്നും പറയാത്തത്? ഗൗരി നിന്റെ പ്രണയാണെന്ന് സത്യം ഇനിയും മറച്ചോക്കണോന്ന്? ദത്തന്റെ ഗൗരവത്തോടെയുള്ള ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ വിഷ്ണു ഒരു നിമിഷം മൗനമായി നിന്നു. വിഷ്ണു! പിന്നിൽ നിന്ന് ദത്ത വിളിച്ചോ? വിഷ്ണു തിരിഞ്ഞു നോക്കി. നീ എന്തോന്നും പറയാത്ത? ഞാൻ എന്ത് പറയാനാണ്? ഗൗരി ഞാൻ സ്നേഹിക്കുന്ന എന്റെ പെണ്ണാണെന്ന് എങ്ങനെ ഞാൻ അവളുടെ പേരൻസിനോട് ചെന്ന് പറയും? അങ്ങനെ പറയാനുള്ള എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? ആ ദത്തിനെ നോക്കുന്ന ദയനീയമായി ചോദിച്ചു. അത് നിനക്ക് ഇപ്പോഴാണ് തോന്നിയത്? അവളുടെ പുറകെ കിടന്ന് അവിടെ ഇഷ്ടം പിടിച്ച് വാങ്ങിക്കുമ്പോ നിനക്കറിയില്ലായിരുന്നോ നിന്റെ യോഗ്യത കുറവ്? അവൻ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ദത്തൻ ചോദിച്ചു. അതിന് മറുപടി അറിയാതെ വിഷ്ണു പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നു. നീ ഇങ്ങനെ മിണ്ടാന്നിട്ട് കാര്യമില്ല വിഷ്ണു. അവളെ കാണാതെയും മിണ്ടാതെ നീ എത്ര നാളിങ്ങനെ ഒഴിഞ്ഞു മാറി അടക്കും? ദത്തൻ ദേഷ്യത്തോടെ ചോദിച്ചു. എടാ എനിക്കറിയില്ലടാ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഗൗരി എനിക്ക് മറക്കാൻ കഴിയില്ല, അത് സത്യ. പക്ഷേ മുംബൈയിൽ ബിസിനസ് നടത്തുന്ന കോടീശ്വരനായ മോഹൻകുമാറിന്റെ മകളെ വിവാഹിച്ചു തരാൻ മാത്രം വെറും ഒരു പട്ടാളക്കാരൻ്റെ മകനായ എനിക്ക് എന്ത് യോഗ്യതയുണ്ടടാ? എനിക്ക് കഴിയുന്നില്ലടാ. അവൻ ദയനീയമായി പറഞ്ഞു. അപ്പൊ ഇനി എന്താ നിന്റെ പ്ലാന്? അവൾ ഒഴിവാക്കുമല്ലേ? ദത്തൻ പുച്ഛത്തോടെ ചോദിച്ചു കേട്ട് വിഷ്ണു അവനെ പകപ്പോടെ നോക്കി. എന്താ അതല്ലേ ശരി? നിനക്ക് അവളെ സ്വീകരിക്കാൻ കഴിയില്ല എങ്കിൽ പിന്നെ അവളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി വിടുക. അവൾ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കട്ടെ. അവൾ എന്റെ പെണ്ണാ. അങ്ങനെ ഏതെങ്കിലും ഒരുത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയല്ല ഞാൻ അവൾ ഇത്രയും കാലം സ്നേഹിച്ച്. ദത്തൻ പറഞ്ഞു കഴിയും മുന്നേ വിഷ്ണുവിന്റെ അറച്ച അവൾ ഉയർന്നു കേട്ടു. അത് കേട്ടോ ദത്തന്റെ ചുണ്ടിലെ പുഞ്ചിരി വിടുന്നു. എങ്കിലും അതവൻ പുറമേ കാണിക്കാതെ വിഷ്ണുവിനെ നോക്കിയൊന്ന് പുച്ഛിച്ചു. അത് കൊള്ളാം. നിനക്ക് അവളെ സ്വന്തമാക്കാനുള്ള യോഗ്യതയില്ലെന്ന് നീ തന്നെ പറയുകയും ചെയ്യുന്നു. എന്നാൽ അവളൊട്ട് മറ്റാർക്ക് വിട്ടുകൊടുക്കാൻ നീ തയ്യാറാവുന്നില്ല. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? അവളിങ്ങനെ നിന്നെ ആലോചിച്ച് ജീവിതകാലം മുഴുവൻ നിൽക്കട്ടെ എന്നാണോ? ദത്തന്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ടതും വിഷ്ണു അവനെ ദയനീയമായി നോക്കി. ദത്ത, അത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കെന്താ ചെയ്യേണ്ടെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എല്ലാം കൊണ്ട് ആകെ ഭ്രാന്തി പിടിക്കുക. അവൻ ഇരു കൈകൾ കൊണ്ട് തലമുടിയിൽ വലിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് ദത്തന് സഹതാപം തോന്നി. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ വിഷ്ണു. നിനക്ക് കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തോണ്ടാ. ഗൗരിക്ക് നീയില്ലാതെ ഒരു ജീവിതം ഇല്ല വിഷ്ണു. അത് നീ ആദ്യം മനസ്സിലാക്കുക. അവന്റെ അവസ്ഥ കണ്ട് ദത്തൻ അല്പം മയത്തിൽ പറഞ്ഞു. എനിക്ക് മനസ്സിലാവൂടാ, പക്ഷെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഗൗരിയുടെ കാര്യം വീട്ടിൽ പറയാന്ന് വെച്ചാ വേണിയുടെ വിവാഹം നടക്കാതെ എങ്ങനെയാടാ ഞാൻ? അതിന് ദത്തൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അവനും അറിയാമായിരുന്നു വേണിയുടെ വിവാഹം കഴിയാതെ വിഷ്ണുവിന്റെ കാര്യത്തിലൊന്നും നടക്കില്ലെന്ന്. എങ്കിൽ പിന്നെ നീ തൽക്കാലം ഗൗരി വിളിച്ച് സംസാരിക്കുകയും ചെയ്യേ.
നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടന്നാൽ കൂടുതൽ ദോഷം വരുത്തി വെക്കൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അമ്മ ഗൗരി എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുക. അത് തനുവിന്റെ മുഖത്തോക്കി വിളിച്ച് പറയുകയും ചെയ്തു. അതിന്റെ കൂടെ ഗൗരിയുടെ വരവെല്ലാം കൂടെ ആയപ്പോൾ അവൾക്കത് സംശയമായിട്ടുണ്ട്. ഇനി അവളോടൊന്നും തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് എന്റെ പെണ്ണിനെ സംശയിക്കും. അതിനു മുമ്പ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ വിഷ്ണു. ദത്തൻ ഗൗരവത്തോടെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. വിഷ്ണുവിന് നെടുവീർപ്പോടെ തലയാട്ടി. ഇനിയോടൊന്നും കൂടുതൽ ആലോചിക്കണ്ട, ഇറങ്ങാൻ ടൈമായി, വാ. അവന്റെ മുഖഭാവം കണ്ട് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ദത്തൻ തന്റെ ട്രാവൽ ബാഗും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവൻ പോകുന്ന നോക്കുന്ന വിഷ്ണു ഒരു നെടുവീർപ്പോടെ തന്റെ ബാഗും എടുത്ത് അവന്റെ പിന്നാലെ നടന്നു. തുടരും.